AFC ഏഷ്യൻ കപ്പ് പോരാട്ടത്തിന് ഇന്ന് ഖത്തറിൽ തുടക്കമാവും. 6 ഗ്രൂപ്പുകളായി തിരിച്ച് 24 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ഉദ്ഘാടന പോരാട്ടത്തിൽ ഇന്ന് രാത്രി 9:30 ആതിഥേയരായ ഖത്തർ ലെബനനെ നേരിടും. ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ, സിറിയ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത്. നാളെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. മുൻ ചാമ്പ്യന്മാരും കരുത്തരുമായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. വൈകിട്ട് 5 മണിക്കാണ് പോരാട്ടം. ഇന്ത്യൻ കോച്ച് ഇഗോർ സ്റ്റിമാച്ച് തന്റെ ടീമിനെ കുറിച്ച് വളരെ ആത്മവിശ്വാസത്തിലാണ്. കരുത്തരായ എതിരാളികൾക്കെതിരെ ഇന്ത്യ നന്നായി കളിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ക്രൊയേഷ്യൻ പരിശീലകൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടൂർണമെന്റിൽ ആദ്യം ഓസ്ട്രേലിയയുമായാണ് ഇന്ത്യ കളിക്കുക. അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ആഷിഖ് കുർണിയൻ, അൻവർ അലി, ജീക്സൺ സിംഗ്, ഇപ്പോൾ സഹൽ അബ്ദുൾ സമദ് എന്നിവരില്ലാത്തത് എന്നെ വേദനിപ്പിക്കുന്നു. അവരും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ടീമാകുമായിരുന്നുവെന്ന് ഇഗോർ സ്റ്റിമാച്ച് പറഞ്ഞു. ഈ മത്സരം അവർക്ക് ഒരു മികച്ച അനുഭവമായിരിക്കും. ഈ കളിക്കാർക്കൊപ്പം ടൂർണമെന്റിലെ ഏറ്റവും കടുപ്പമേറിയ ടീമുകളിലൊന്നിനെ നേരിടാൻ ഞങ്ങൾ സജ്ജമാണ് എന്ന് ഇഗോർ സ്റ്റിമാച്ച് പറഞ്ഞു. ഏഷ്യൻ കപ്പിൽ സ്ഥിരതയോടെ പങ്കെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പലപ്പോഴും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏഷ്യ കപ്പിൽ ഇപ്പോഴും അണ്ടർഡോഗാണ്. ഞങ്ങളിൽ നിന്ന് അധികം പ്രതീക്ഷിക്കരുത്. അഭിമാനത്തോടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുമെന്ന് ഉറപ്പു നൽകാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂവെന്ന് പരിശീലകൻ കൂട്ടിച്ചേർത്തു. AFC ഏഷ്യൻ കപ്പ് ഞങ്ങൾക്ക് ലോകകപ്പിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗഹൃദ മത്സരങ്ങൾ മുതൽ യോഗ്യതാ മത്സരങ്ങൾ വരെ, പ്രത്യേകിച്ച് AFC ഏഷ്യൻ കപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകൾ വരെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ഗെയിമുകളും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഫുട്ബോൾ മനോഹരമായ ഒരു ഗെയിമാണ്. എന്തും സംഭവിക്കാം. അതിനാൽ ഞങ്ങളുടെ കളിക്കാർക്ക് അവരുടെ ശക്തി വികസിപ്പിക്കാനും ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനുമുള്ള മികച്ച അവസരമായാണ് ഞങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. ഓസ്ട്രേലിയയുടെ നിലവാരത്തെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരാണ്. ഞങ്ങളുടെ എതിരാളികളെ പോലെ അവരെ ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങൾ വെറുതെ കീഴടങ്ങാൻ പോകുന്നില്ല എന്ന് പരിശീലകൻ പറഞ്ഞു.